ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ പഴം ബോണ്ടയാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴം നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യമേ ഈ ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഏത്തക്കയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈദ മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അതിലേക്ക് ഒരു 2 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് അപ്പത്തിന് വേണ്ടി പുളിപ്പിച്ച മാവ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പുളിപ്പിച്ച മാവ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ദോശയ്ക്ക് അരച്ചതോ ഇഡ്ലിക്ക് അരച്ചതോ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ഒക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പം ഇത് വെള്ളം ചേർത്ത് ഒരുപാട് അങ്ങോട്ട് അയഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതിൽ കൂടുതൽ ഒരു കാരണവശാലും അയഞ്ഞു പോകരുത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പുളിച്ച് വരുന്നോടം വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതൊരു രാവിലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഈവനിങ് ആകുമ്പോഴത്തേനും നമുക്കിത് നന്നായിട്ട് പുളിച്ച് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പുളിച്ച് കിട്ടുന്നതിനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് പുളിച്ച് പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മാവൊന്ന് ഇട്ട് കൊടുക്കുക, അത് ചൂടായെന്നറിയാൻ. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് മീഡിയത്തിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് കൈ ഒന്ന് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഒന്ന് ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബോണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേറെ രീതിയും കൂടെ കാണിച്ചു തരാം. അതുപോലെ മാവെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ രണ്ടാമത് ഇട്ട രീതിയിലാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാവെടുത്ത് ഓരോന്നോരോന്ന് ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അതുപോലെ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വെന്ത് കരിഞ്ഞു പോവുകയും ഉള്ളുഭാഗം വേകാതിരിക്കുകയും ചെയ്യും. അതുപോലെ തീയും നമ്മൾ താഴ്ത്തി മീഡിയം വെച്ചാൽ മതിയാവും. എല്ലാവരും ഓരോരുത്തരുടെ സ്റ്റൗ അനുസരിച്ച് അത് ക്രമീകരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്ത ബോണ്ട ഇവിടെ പാകമായിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോണ്ടയെല്ലാം ഇവിടെ കുക്കായി കഴിഞ്ഞു. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ നാടൻ പഴം ബോണ്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.